പ്ലം കേക്കിന് വേണ്ടി നമുക്ക് ഓറഞ്ചിന്റെ സെസ്റ്റ് ഉണ്ടാക്കാം. ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഓറഞ്ചിന്റെ തൊലി വെള്ള കളറിലുള്ള പൊടിയെല്ലാം മാറ്റിയിട്ട് ഒരു 3 തവണ വെള്ളം തിളപ്പിച്ച് അത് ഊറ്റി അതിന്റെ കയ്പ് മൊത്തം കളഞ്ഞെടുക്കണം. 3 വട്ടം തിളപ്പിച്ച് അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓറഞ്ചിന്റെ തൊലിയാണ്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കപ്പ് വെള്ളം ചേർക്കാം. ഒരു ഓറഞ്ചിന്റെ ജ്യൂസും കൂടെ ചേർക്കാം. ഇത് നന്നായി വറ്റിച്ച് വരട്ടിയെടുക്കാം. നമ്മുടെ ഓറഞ്ച് സെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ ഇരിക്കും. ഇത് നമുക്ക് നാളെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കി വെച്ചതാണ്. ഇന്ന് നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സിംഗ് നടത്താം. അതിനായിട്ട് 2 ടൈപ്പില് കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ബദാം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, നട്ട്സ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഡേറ്റ്സ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഓറഞ്ച് ജ്യൂസും പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള ജാറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അടുത്ത ദിവസമാണ് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ഐറ്റം പ്ലം കേക്ക് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്, പൊടിച്ച പഞ്ചസാര, 1 കപ്പ് മൈദ, 2 മുട്ട, ബേക്കിംഗ് പൗഡർ, ചോക്ലേറ്റ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓറഞ്ച് സെസ്റ്റ്, ഒരു ദിവസം നമ്മൾ കുതിർത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, വാനില എസൻസ്. ബട്ടറിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടറും പഞ്ചസാരയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഷുഗർ കാരമലൈസ് ചെയ്ത് എടുക്കാം. അതിനായി ആദ്യം ബട്ടർ ചേർത്ത് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നന്നായി ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിലേക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം.
ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഇളക്കാം. ഈ ബാറ്ററിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡർ കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്ററിലേക്ക് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ താരങ്ങളെ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടർ തേച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രമാണിത്. ബട്ടറും അതിൻ്റെ പുറത്ത് മൈദയൊക്കെ തൂവി നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർന്ന് നല്ല മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് എയർ പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ ഈ കുക്കറിനുള്ളിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കുക്കറിന്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണ്. ഇതിലേക്കൊരു റിങ് ഇറക്കി വെക്കാം. ഇത് അടുപ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി കുക്കർ അടച്ച് ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അൺമോൾഡ് ചെയ്ത് ഇതാ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ബേക്കായി ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യക്കുട്ടനെ വിളിക്കാം. നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്യാം. Super. Saya like jadi sini, kamu sini.